ഓൾറൈറ്റ്. ഓക്കെ, ഐ തിങ്ക് ഇപ്പൊ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. ഓൾറൈറ്റ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കടന്നു വരാം. ശരിക്കും ഹല്ലേലൂയ. നമ്മൾ ആദ്യം വർഷിപ്പിന്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ടീച്ച് ദം ദ റിയൽ ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ, ശരിയായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് എന്താണെന്ന് നീ ഇവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ശരിക്കും എണ്ണത്തിനകത്തല്ല കാര്യം. ഹല്ലേലൂയ. നമ്പർ ഓഫ് പീപ്പിൾസിനകത്തല്ല കാര്യം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പം ആയിരങ്ങളും ഒക്കെ ആൾക്കാരൊക്കെ ചിലപ്പം വീഡിയോ കാണുക അത് ഇത് ചെയ്യുമായിരിക്കും. പക്ഷേ ദ ലോർഡ് ജീസസ് വാസ് ടോക്കിംഗ് ടു മീ ആൻഡ് ഹി ടോൾഡ് മീ ടീച്ച് ദം ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫ് എന്താണെന്ന് അവരെ പഠിപ്പിക്കുക ഈ സൂം മീറ്റിങ്ങിലൂടെ. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്കിത് ഒരു മെൻറ്ററിങ് സെഷൻ പോലെ ആക്കേണ്ടി വരും. ഞാൻ ആദ്യം ചിന്തിച്ചത് മെൻറ്ററിങ് സെഷൻ ഒരു സെപ്പറേറ്റ് സെഷൻ ആക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അല്ലല്ലേ, നമുക്ക് സൺഡേയിൽ ഒരു കുടുംബമായിട്ടിരുന്ന് ഒരു സിസ്റ്റർ, ബിൻസി സിസ്റ്റർ എന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞത്, സംശയങ്ങൾ ചോദിക്കാനും മറുപടി പറയാനും ഒക്കെയുള്ള ഒരു ഫോറമായിട്ട് ഇതിൻ്റെ നമുക്ക് മാറ്റാം. നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഒരു വചനം കേട്ട് നരകത്തിൽ പോകുന്നതാണോ, അതോ അല്പം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വചനം കേട്ട് യേശുവിന്റെ മുമ്പിൽ തൻ്റെ അടുത്തോടെ നിൽക്കുന്നതാണോ? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നിങ്ങളെ സുഖിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിമ്പിരി കൊള്ളിപ്പിച്ച് പെരുപ്പ് കയറ്റി, ഹല്ലേലൂയ, നിങ്ങൾ അവസാനം എല്ലാവരും കൂടെ നരകത്തിലോട്ട് പോകുന്നതാണോ? കേൾക്കാൻ സുഖമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് ആ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് യേശുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നാണക്കേടില്ലാതെ ഹല്ലേലൂയ തല ഉയർത്തി ദൂതന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെല്ലാം കൈകളടിച്ച് വിശുദ്ധന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വണ്ടർഫുൾ സെർവന്റ് ഹല്ലേലൂയ ക്ലാപ്പ് ചെയ്ത് ഹല്ലേലൂയ അവർ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നമ്മളെ ആനയിക്കുന്ന ഏതാണ് ശരിക്കും നമുക്കിഷ്ടം? ഹല്ലേലൂയ. അല്പം ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് ഈ സൂം മീറ്റിങ്ങിലൂടെ പഠിക്കാം. ഇന്ന് കർത്താവ് ഇപ്പം എന്നോട് സിസ്റ്റർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞാണ് ശരിക്കും ടീച്ച് ദം ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. കാരണം ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിക്കകത്ത് യേശു ഉദ്ദേശിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പാസ്റ്റർമാർ പ്രസംഗിക്കുന്നവർ അല്ല, ഇവാഞ്ചലിസ്റ്റുകൾ പ്രസംഗിക്കുന്ന രീതിയിലുള്ള സുവിശേഷമല്ല, ഒരു ജീവിതശൈലിയല്ല. യേശു കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു ജീവിത ശൈലി, ഹല്ലേലൂയ, ഓരോ ക്രിസ്തീയ വിശ്വാസികളും ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിന് ട്രെയിനിങ് ആവശ്യമാണ്. അതിന് സത്യം വചനത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും അറിയാം, നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഒട്ടും ആർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ശരിക്കും കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, വിടുതൽ ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയ വിഷയം എന്ന് പറയുന്നത് സ്നേഹ. ഹല്ലേലൂയ. മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ എല്ലാവരും? പോസിബിൾ, പ്ലീസ് മ്യൂട്ട് ഇറ്റ്. ഹല്ലേലൂയ. നമുക്ക് അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദ മെസ്സേജ് യു ക്യാൻ ആസ്ക് മീ. ഓൾറൈറ്റ്. അപ്പം നമ്മൾ സംസാരിച്ചു തുടങ്ങിയ വിഷയം എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഞാൻ 1-2 സ്റ്റേറ്റ്മെന്റുകൾ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മെസ്സേജ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ മച്ച് ഓഫ് ഹിയറിംഗ്. ഒത്തിരി ആൾക്കാർ കേൾക്കുകയാണ് ശരിക്കും, പക്ഷെ കേട്ട കാര്യത്തെ പ്രോസസ്സ് ചെയ്യാൻ, ഹല്ലേലൂയ, ആ കേട്ട കാര്യത്തെ പരിശീലിക്കാൻ ആൾക്കാർക്ക് സമയമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ 10-25 മെസ്സേജുകൾ കേട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ കേട്ട് പോയിട്ട് ആ കേട്ട മെസ്സേജിനകത്ത് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ സ്വന്തം വ്യക്തി ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ, ഹല്ലേലൂയ, അതാണ് ശരിക്കും ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്തെക്കുറിച്ച് ഞാൻ 1-2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ശരിക്കും ലവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്തവർക്കറിയാം, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വേർഡ് ടു ഡിഫൈൻ ചെയ്യുവാൻ, നിർവചിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ് ശരിക്കും സ്നേഹം. മൂന്നാമതായിട്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എനിക്ക് സ്നേഹം എന്താണെന്ന് അറിയാം, പക്ഷെ നോബഡി നോസ് ദ റിയൽ മീനിങ് ഓഫ് ലവ്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്താണ്? ശരിക്കും എല്ലാവരും അന്വേഷിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്, ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഇറ്റ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു ചെറിയൊരു റീക്യാപ്പ് പോലെ ഞാൻ പറയുന്നതേ ഉള്ളൂ. ശരിക്കും കർത്താവ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ, അത് എല്ലാ ബന്ധത്തിനകത്തും ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം. ഹല്ലേലൂയ, ലവ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്താണ്? ശരിക്കും വിശ്വാസം, പ്രത്യാശ, സ്നേഹം.
ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം എന്താണ്? ശരിക്കും സ്നേഹം. അപ്പൊ ഇന്നത്തെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ എന്താ കൂടുതൽ കേൾക്കുന്നത്? വിശ്വാസത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഓർഡർ നമ്മൾ തെറ്റിച്ചു. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്തു? സ്നേഹത്തിന്റെ മുകളിൽ കൊണ്ട് എന്ത് വെച്ചു? വിശ്വാസത്തെ വെച്ചു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ സ്ഥാനമുണ്ട്. സർവോത്കൃഷ്ടമായിട്ടുള്ളത് എന്താണ്? ശരിക്കും സ്നേഹമാണ്. അപ്പൊ എല്ലാ ബന്ധത്തിനകത്തും കർത്താവ് സ്നേഹം എന്നത് കമാൻഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിനകത്ത് വചനം പറയുന്ന അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിനകത്ത് സ്നേഹം. ഇനി മനുഷ്യന് ദൈവത്തിലുള്ള ബന്ധത്തിനകത്ത് എന്താണ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. മൂന്നാമത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് എന്താണ് കർത്താവ് പറഞ്ഞത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള ബന്ധത്തിനകത്ത് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സബ്മിറ്റ് എന്ന് പറയുന്ന വാക്കാണ്. വിധേയപ്പെടുക എന്ന് പറയുന്ന വാക്കാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, വിധേയപ്പെടുക എന്ന് പറയുന്ന ആ ഒരു ഔട്ട്വേർഡ് ആക്ടിവിറ്റി, അതിന്റെ ഫൗണ്ടേഷൻ എവിടെ ഇരിക്കുന്നത്? ശരിക്കും സ്നേഹം എന്ന് പറയുന്ന ആ അടിസ്ഥാനത്തിന് മേലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. പേരൻസും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിനകത്ത് എന്താണ്? ഓണർ യുവർ ഫാദർ ആൻഡ് മദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഓണർ എന്ന് പറയുന്ന വാക്കും അതിന്റെ റൂട്ട് കിടക്കുന്ന എവിടെയാണ്? ശരിക്കും ലവ് ആണ്. ക്രിസ്തുവിന് സഭയോടുള്ള ബന്ധത്തിനകത്ത് കർത്താവ് പറഞ്ഞ എന്താണ്? ശരിക്കും എന്ന് പറഞ്ഞ ക്രൈസ്റ്റ് ഓൾസോ ലവ്ഡ് ദ ചർച്ച് ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ കെയർ. ഹല്ലേലൂയ. ക്രിസ്തു സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? തന്നെ തന്നുകൊണ്ട് സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ബന്ധത്തിനകത്ത്, ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിനകത്ത്, മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിനകത്ത്, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനകത്ത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനകത്ത്, എല്ലാ ബന്ധങ്ങൾക്കകത്തും കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും എന്ത്? സ്നേഹം, ലവ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ശരിക്കും നമ്മൾ ഏറ്റവും കുറച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ അതിനകത്ത് ആഴപ്പെടേണ്ടതിന് പകരം നമ്മൾ എന്താ കൂടുതൽ കേൾക്കുന്നത്? യേശുവിൽ വിശ്വസിക്കുക. Come on, we have believed it. Okay, we have believed the Lord Jesus. So how to move forward? How to എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് ശരിക്കും? ഹല്ലേലൂയ. അപ്പോൾ ലവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദിസ് വേൾഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. ഗലേഷ്യൻസ് 5:19-23 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം. ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് ശരിക്കും ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് സ്നേഹത്തിന്റെ 1 Corinthians chapter 13 അതിനകത്ത് നമ്മൾ സ്നേഹത്തെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് അവിടെ സ്നേഹത്തെ നിർവചിക്കുവാൻ വേണ്ടി എത്ര വാക്കുകൾ ഉപയോഗിച്ചു? 15 വാക്കുകൾ ഉപയോഗിച്ചാണ് ശരിക്കും സ്നേഹത്തെ അവിടെ നിർവചിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നുപോയി. ആ ഒരു തീമുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ചെറിയ കാര്യം നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ശരിക്കും നിങ്ങൾ ശരിക്കും കർത്താവ് നേരത്തെ പറഞ്ഞ പോലെ the Lord told me teach them the real Christian life. ഹല്ലേലൂയ. മ്യൂട്ട് ചെയ്യാവുന്ന ആൾക്കാരെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാവോ? മേ ബി ഐ ക്യാൻ വണ്ടർഫുൾ ജീസസ് മ്യൂട്ട് ഓൾ. ഓൾറൈറ്റ്, മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഓക്കെ, ഇനി ബൈബിൾ ഉള്ളവരെല്ലാം ബൈബിൾ എടുക്കണം. കാരണം നമ്മളൊരു അല്പസമയം ഡീറ്റെയിൽഡ് ആയിട്ട് ചില സ്ക്രിപ്ചറിലൂടെ, ചില വചനഭാഗത്തിലൂടെ നമ്മൾ സ്ലോലി പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും ഓരോ ബന്ധത്തിനകത്തും യേശു കർത്താവ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനാണ്? ശരിക്കും സ്നേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യൻസിന്റെ ദ നമ്പർ 1 കോളിംഗ്, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ടു ഡെമോൺസ്ട്രേറ്റ് ദ ലവ്, the true love to the world. കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ പ്രകാശമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്നേഹം, ലവ് ഹാസ് ടു ബി ഡെമോൺസ്ട്രേറ്റഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈക്കിളിലോട്ട് പഠിക്കുന്നത് പോലെ, ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ചേർന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ പഠിക്കണമെങ്കിൽ സ്നേഹം എന്താണെന്നുള്ളതിന്റെ ആഴത്തിൽ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ഗ്രാജുവേഷന് പഠിക്കാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി പോകുമ്പം വിവിധ സബ്ജക്റ്റുകളുണ്ട് അല്ലേ? 10-15 സബ്ജക്റ്റുകളുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സെമസ്റ്ററിൽ 6 പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 6, 5, 30 ലാസ്റ്റ് സെമസ്റ്റർ പ്രൊജക്റ്റ് ആയിരുന്നു. 25, 6, 4, 24
യെസ് 24 പേപ്പേഴ്സും അവസാനം 6 മാസത്തെ പ്രൊജക്റ്റുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ സ്നേഹം എന്താണ് എന്ന് റിയലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ 1 Corinthians 13 പറഞ്ഞിരിക്കുന്ന സ്നേഹത്തെ നിർവചിച്ചിരിക്കുന്ന 15 വാക്കുകൾ എന്താണെന്ന് ആഴത്തിൽ ഫോക്കസ് ചെയ്ത് അത് പരിശീലിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സ്നേഹം ബൈബിൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ യേശു കർത്താവ് ഉദ്ദേശിക്കുന്ന നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന എന്തിനാണ് ശരിക്കും സ്നേഹത്തിന്റെ പ്രദർശനത്തിന് വേണ്ടിയാണ് അത് ഈ ഭൂമിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, നേരത്തെ നമ്മൾ സംസാരിച്ച വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നമുക്കുള്ള ബന്ധത്തിനകത്ത് എന്ത് വേണം? സ്നേഹം വേണം. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനകത്ത് എന്താണ്? സ്നേഹം വേണം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയ ഒരു വചനഭാഗം എടുത്ത് അതിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. ശരിക്കും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫിലേക്ക് എന്നെയും നിങ്ങളെയും യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കർത്താവ് ഇപ്പോൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എന്താണ് ആ സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം 2 Corinthians അതിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? ശരിക്കും ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ഹല്ലേലൂയ. ആശാസ് നേരത്തെ പറഞ്ഞു, റാപ്ചർ അടുത്തിരിക്കുന്നു, യേശു കർത്താവിന്റെ 2ാം വരവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ യേശു കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ സകല മനുഷ്യരും ഹല്ലേലൂയ എന്തിനു വരണം? പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ഹല്ലേലൂയ. എല്ലാവരും നിൽക്കണം. ഞാൻ നിൽക്കണം, നിങ്ങൾ നിൽക്കണം. ഹല്ലേലൂയ. നിൽക്കുന്ന സമയത്താണ് ശരിക്കും ഹല്ലേലൂയ നമ്മുടെയൊക്കെ തൊലി ഉരിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുമോ, ജിയോ ബ്രദർ ഇത്രയും പ്രസംഗിച്ച ജിയോ ബ്രദർ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, ഈ ബ്രദറിന്റെ പ്രസംഗമാണ് ഞങ്ങൾ കേട്ടത്. ഹല്ലേലൂയ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കല്ലേ. ഓക്കെ. ഹല്ലേലൂയ. ഓക്കെ, നമുക്കെടുക്കാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. നമ്മൾ 2 Corinthians അതിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞു, ഓരോ മനുഷ്യരും യേശു കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ശരീരത്തിൽ ചെയ്ത നന്മയും തിന്മയും അതിനുള്ള പ്രതിഫലം സ്വീകരിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യണം? യേശു കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ വരണം. എല്ലാവരും വരണം. ഹല്ലേലൂയ. അപ്പൊ അതുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരു സാവകാശം നമ്മൾ പഠിക്കാൻ പോവാണ്. സാവകാശം, സ്ലോലി. നമ്മൾ അനേകം തവണ കേട്ടിട്ടുള്ള വചനഭാഗമാണ്. പക്ഷെ നമ്മൾ ഇന്ന് അല്പം ഒന്ന് സ്ലോ ആയിട്ട് ആ വചനഭാഗത്തെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നു. ഓക്കെ, എടുത്ത് ആ വാക്യം, ആ വചനം എടുത്ത്, ബൈബിളുള്ള എല്ലാവരും എടുത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. ഓക്കെ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഓക്കെ. ഇവിടെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ആരാണ്? യേശു കർത്താവാണ്. ഹല്ലേലൂയ. അവൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ സങ്കല്പിക്കണം, യേശു കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഓക്കെ. ഇനി 32-ാമത്തെ വാക്യം പറയുന്നു, അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഓൾറൈറ്റ്. യേശു കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇനിയും അടുത്ത വാക്യം പറയുന്നു, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ഓക്കെ. ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇടയൻ. ഇടയൻ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ആരാണ്? യേശു കർത്താവാണ്. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ. ഉപമയാണ് ഇവിടെ. അതായത് ഒരു ഇടയൻ ചെമ്മരിയാടിനെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ. പോലെ എന്ന് പറഞ്ഞ വാക്കെന്താണ് ശരിക്കും? ഇറ്റ്സ് എ ടൈപ്പ്. ഹിസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. കർത്താവ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ശരിക്കും ഇവിടെ. ഹല്ലേലൂയ. അതുപോലെ ഒരു ഇടയൻ എങ്ങനെയാണോ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ഓക്കെ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ശരിക്കും? അപ്പൊ ഇടയൻ ആരാണ് ശരിക്കും? യേശു കർത്താവാണ്. യേശു കർത്താവിന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ അവൻ എന്ത് ചെയ്യും? മനുഷ്യരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. ഹല്ലേലൂയ. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ വ്യക്തികളെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ചോദ്യം ഇതാണ് ശരിക്കും,
ഓക്കെ, ചോദ്യം ചോദിക്കാമല്ലോ. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഹല്ലേലൂയ. ചെമ്മരിയാടുകളും കോലാടുകളും എന്ന് പറയുമ്പോൾ ആരാണ്? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എനിക്ക് തോന്നുന്നു ഇവിടെ മ്യൂട്ട്. ഓക്കെ, അലോ സം പാർട്ടിസിപ്പൻസ് ടു മ്യൂട്ട്. ഓക്കെ, ആരെങ്കിലും പറയാമോ? നീതിമാന്മാരും ദുഷ്ടരും. നീതിമാന്മാരും ദുഷ്ടരും. ഓക്കെ, അപ്പം നീതിമാന്മാരും ദുഷ്ടരും എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തെളിച്ച് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇതിനകത്ത്, കോണ്ടക്സ്റ്റിനകത്ത്? അപ്പൊ ഈ ദുഷ്ടരെന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ സിസ്റ്റർ ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, അങ്ങനെ യേശുവിനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഹലോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പറഞ്ഞു. ആരാണ് ദുഷ്ടരാരാണ്? അപ്പം കർത്താവിന്റെ ഹിതത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചവര്, അത് ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അല്ല. ഓക്കെ. കർത്താവിന്റെ ഹിതത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ? ചെമ്മരിയാടുകൾ, ഒരു ഇടയൻ ചെമ്മരിയാടിനെ കോലാടുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ യേശു വ്യക്തികളെ ഇടത്തോട്ടും വലത്തോട്ടും മാറ്റുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, ശരിക്കും ചെമ്മരിയാടുകളും കോലാടുകളും ഒരാരാണ് ശരിക്കും? ഫലം പുറപ്പെടുവിച്ചവരും പുറപ്പെടുവിക്കാത്തവരും. ഓക്കെ, അപ്പൊ ഈ ഫലം പുറപ്പെടുവിക്കാത്തവർ എന്ന് പറയുമ്പോൾ who are they? ഒരു സാധാരണ വിശ്വാസിയായിട്ടും ജീവിച്ച് മരിക്കുന്ന ഒരു കർത്താവിന് ആർക്കും ഒരു പ്രയോജനം. ഓക്കെ, വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും? തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും, വചനത്തിനനുസരിച്ച് ജീവിച്ചവരും അല്ലാത്തവരും. ആമേൻ. ഓക്കെ, അപ്പൊ വചനത്തിനനുസരിച്ച് ജീവിക്കാത്തവരെ വേറൊരു തരം വിവാഹം പറഞ്ഞായിരുന്നല്ലോ ശരിക്കും. വിശുദ്ധന്മാരെന്ന് പറയുന്നത് ശരിക്കും ചെമ്മരിയാടുകള്, ഇപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നവരെ. കോലാടുകൾ എന്ന് പറയുമ്പം വിശ്വസിക്കാത്തവര്. അങ്ങനെയാണ് ശരിക്കും. അതായത് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട ഒരു ചെമ്മരിയാടുകള്, യേശുവിനെ അറിയാതെ മരിക്കുന്നവർ, അല്ലെങ്കിൽ യേശുവിനെ അറിയാത്തവര് കോലാടുകൾ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ രക്ഷിക്കപ്പെട്ടവര് ചെമ്മരിയാടുകളും രക്ഷിക്കപ്പെടാത്തവര് കോലാടുകളും. അപ്പൊ അങ്ങനെ പല ആൻസറുകൾ വരും. നമുക്ക് നോക്കാം. വിൽ ട്രൈ ടു ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഓൾറൈറ്റ്. ഹല്ലേലൂയ. അപ്പം അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും, ശ്രദ്ധിച്ച് നമ്മൾ പതിയെ പോവുകയാണ് ഇതിനകത്തോട്ട്, വചനഭാഗത്തോട്ട് പതിയെ പോവുകയാണ്. ഓക്കെ, അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. ഓക്കെ, അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഹെറിറ്റൻസ്, അവകാശം കൊടുക്കുകയാണ് ശരിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് ഒരുക്കിയ അവകാശത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ. ഓക്കെ, അത് കഴിഞ്ഞ് യേശു പറയാണ് ശരിക്കും. അപ്പൊ അവകാശം കൊടുക്കാൻ യേശു ഇട്ട മാനദണ്ഡം എന്താണ്? ആ ഇൻഹെറിറ്റൻസ് കൊടുക്കുവാൻ, ദൈവരാജ്യത്തിൽ അവകാശം കൊടുക്കുവാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന, ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം, ചോദിക്കുന്ന സമയത്ത് മാത്രം. ഓക്കെ, അപ്പൊ ആ അവകാശം കൊടുക്കുവാൻ ദൈവം, യേശു വെച്ചിരിക്കുന്ന മാനദണ്ഡം, അതാണ് അടുത്തത് പറയുന്നത്. അവിടെ മാനദണ്ഡം പറയാണ്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് നേരത്തെ ഒരു വ്യക്തി, ഒരാൾ പറഞ്ഞല്ലോ ശരിക്കും, യേശുവിനെ അംഗീകരിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ ചെമ്മരിയാടുകളും, യേശുവിനെ അംഗീകരിക്കാതെ, യേശുവിനെ അറിയാതെ മരിച്ചവരാണ് ശരിക്കും കോലാടുകളും. അങ്ങനെ ആ ഒരു അസംഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ചെമ്മരിയാടുകൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെ, ബോൺ അഗെയിൻ ആയ ക്രിസ്ത്യൻസ്, ബിലീവേഴ്സ്. കോലാടുകൾ ശരിക്കും യേശുവിനെ അറിയാതെ മരിച്ചവരെ, അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കാതെ മരിച്ചവരെ എന്നായിരുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ, ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക്
അപ്പൊ അജിത് ബ്രദറിനെ എടുക്കാം ഒരു എക്സാമ്പിൾ. എനിക്ക് എപ്പോഴും അജിത് ബ്രദറിനെ എടുക്കാൻ ഇഷ്ടമാണ് ശരിക്കും. ഹല്ലേലൂയ. അജിത് ബ്രദറാണ് യേശു എന്നിരിക്കട്ടെ. ഓക്കെ, അജിത് ബ്രദർ സിംഹാസനത്തിൽ ഇരിക്കും. എന്റെ ദൈവമേ, അജിത് ബ്രദറിനെ ഇങ്ങനെ മുമ്പിലെങ്ങാണ് അങ്ങനെ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാലത്ത ഞാൻ ആലോചിക്കായിരുന്നു ശരിക്കും. അയ്യോ, ഓക്കെ, അജിത് ബ്രദർ. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാണ്. അങ്ങനെ വിശ്വാസികളും അവിശ്വാസികളുമാണ് ഈ ചെമ്മരിയാടുകളും കോലാടുകളും എങ്കിൽ, ഹല്ലേലൂയ, അജിത് ബ്രദർ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, ജഡ്ജ്മെന്റ് പാസ്സാക്കിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അജിത് ബ്രദർ പറയുന്ന കാര്യം എന്തായിരിക്കും ശരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്, യു ബിലീവ്ഡ് മീ, സോ യു ഇൻഹെറിറ്റ് ദിസ്. ഹല്ലേലൂയ, എന്നെ വിശ്വസിച്ചു അവസാനം വരെ, അതുകൊണ്ട് നീ ഈ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് പ്രവേശിക്കുവിൻ. അങ്ങനെയല്ലേ പറയേണ്ടത്? വിശ്വാസിയും അവിശ്വാസിയും ക്രിസ്തുവിനെ അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് അവിടെ പറയുന്നതെങ്കിൽ പറയേണ്ട സംഭവം എന്താണ് ശരിക്കും? അവസാനം വരെ വിശ്വാസം കാത്തു സൂക്ഷിച്ചവരെ ഇതാ തന്റെ ഇൻഹെറിറ്റൻസിലോട്ട് പ്രവേശിക്കുവിൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അജിത് ബ്രദർ പറയും, ഹല്ലേലൂയ, എല്ലാ ഞായറാഴ്ചയും സഭയിൽ വന്ന് അല്ലെങ്കിൽ ആരാധനാലയത്തിൽ വന്ന് എന്നെ ആരാധിച്ചവരെ പിതാവ് അവകാശമാക്കിയതിലേക്ക് പ്രവേശിക്കുവിൻ. അല്ലെങ്കിൽ എന്താ പറയുന്നത് ശരിക്കും? അജിത് പറയും, ഭാഷാവരത്തിൽ സ്തുതിച്ച് കൃപാവരങ്ങൾ ഉണ്ടായിരുന്നവരെ, എല്ലാ മാസത്തിലും ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചവരെ നിങ്ങൾ എൻ്റെ പിതാവിന്റെ ഇൻഹെറിറ്റൻസിലേക്ക് പ്രവേശിക്കുവിൻ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ബൈബിള് വായിച്ച് വിശുദ്ധിയോടെ ജീവിച്ചവരെ നിങ്ങൾ എൻ്റെ അവകാശത്തിലോട്ട് പ്രവേശിക്കുവിൻ. അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് പോലും വിടാതെ എല്ലാ ഫേസ്ബുക്ക് ലൈവ് സർവീസും കണ്ടവരെ ഇതിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവിൻ. അങ്ങനെയാണോ കർത്താവ് പറയുന്നത്? നോ, നോ. ജീസസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദോസ് തിങ്സ് വെൻ യു സിറ്റ് ഓൺ ദ ത്രോൺ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷനെ കുറിച്ചല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അത് അവന്റെ ഇൻട്രസ്റ്റ് അല്ല. He is not interested in that. Hallelujah. He is asking for action. പ്രവൃത്തിയാണ് അവിടെ കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവെ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? അപ്പോൾ രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത് ശ്രദ്ധിക്കണം, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ. അപ്പം എൻ്റെ എന്ന് പറയുന്ന ആരാണ് ശരിക്കും? യേശു. അപ്പൊ യേശുവിന്റെ എളിയ സഹോദരർ എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും? വിശുദ്ധ ബൈബിള് പറയുന്നത് യേശു നമ്മുടെ മൂത്ത ജ്യേഷ്ഠനാണ്, നമ്മൾ അവന്റെ സഹോദരരാണ്. ഹല്ലേലൂയ. അപ്പോ യേശുവിന്റെ സഹോദരർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിന്റെ ഫോളോവേഴ്സ്. ഹല്ലേലൂയ. അവർക്ക് എളിയവരിൽ നിങ്ങൾ ഒരുവനെ ഇത് ചെയ്തു കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, എനിക്ക് തന്നെയാണ് ചെയ്തത്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ യേശു കർത്താവ് മെഷർ ചെയ്യുന്ന രാജാവായി തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന ആ മെഷറിംഗ് യാർഡ് അല്ലെങ്കിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്, എൻ്റെ വിശ്വാസിയെ നീ പിതാവിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവിൻ, എന്നെ ആരാധിച്ചവനെ ഇതിലേക്ക് പ്രവേശിക്കുവിൻ, എന്നോട് പ്രാർത്ഥിച്ചവനെ ഇത് പ്രവേശിക്കുവിൻ, എന്നെ ഫാസ്റ്റ് ചെയ്തവനെ. നോ, ഹി ഈസ് ആസ്കിങ് ഫോർ ആൻ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് യുവർ ഫെയ്ത്ത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ. ഹി ഈസ് ഡിമാൻഡിങ് ദാറ്റ്. ഹല്ലേലൂയ. ഒരു രാജാവിന്റെ സിംഹാസനത്തിൽ നിന്ന് കർത്താവ് പറയുകയാണ് ശരിക്കും, ഹല്ലേലൂയ, ഞാൻ നഗ്നനായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, എൻ്റെ ഒരു മകൻ, എൻ്റെ ഒരു മകൾ, ഹല്ലേലൂയ, അവൾക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, അവൾക്ക് ഇത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനകത്ത് ഹൗ ഡിഡ് യു ഹെൽപ്പ് ഹെയർ? അവളെ എങ്ങനെ സഹായിച്ചു, അവനെ എങ്ങനെ സഹായിച്ചു? എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വെരി ക്ലിയർ. താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആരെക്കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന്, ഹല്ലേലൂയ, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഹല്ലേലൂയ. അപ്പൊ രണ്ട് കൂട്ടരാണ്, കോലാടുകൾ, ചെമ്മരിയാടുകൾ. നമ്മൾ പറയുന്നത് കോലാടുകൾ വിശ്വാസികളാണെന്നിരിക്കട്ടെ,
ചെമ്മരിയാടികൾ അവിശ്വാസികളാന്നിരിക്കട്ടെ, അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞവരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞവരാണെങ്കിൽ ശരിക്കും കർത്താവ് പറയുന്നതാണ് ശരിക്കും അവരോട്, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുന്നു. അപ്പൊ രണ്ടാമത്തെ കൂട്ടർക്കുള്ള ഇൻഹെറിറ്റൻസ് എന്താണ്? പിശാചിന്റെ ഇൻഹെറിറ്റൻസ് ആണ്. ഫസ്റ്റ് കൂട്ടർക്ക് ഉള്ള ഇൻഹെറിറ്റൻസ് എന്താണ്? പിതാവ് ഒരുക്കിയ ഇൻഹെറിറ്റൻസ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിനകത്ത് നോ കോംപ്രമൈസ്. They are either going to inherit the kingdom of God, ദൈവരാജ്യം അവകാശമാക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? They are going to be partaking the inheritance of the devil. പിശാചിനും അവന്റെ ദൂതന്മാർക്കോട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയാണ് അവർ അവകാശപ്പെടുത്താൻ പോകുന്നത്. ഹല്ലേലൂയ. ഓരോ വചനങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരുത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കല്ലേ. ഇറ്റ് ഈസ് ഫോർ മീ, എനിക്ക് വേണ്ടി, എന്നോടാണ് ഈ വചനം സംസാരിക്കുന്നത്. സോ നൗ ശ്രദ്ധിക്കുക. കർത്താവ് പറയുന്നു, എനിക്ക് വിശന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലും ഞാൻ ആയിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ. സി ലുക്ക് അറ്റ് ദാറ്റ് വേർഡ്, കർത്താവേ. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല. ഹല്ലേലൂയ. അവർ പറയാ, അതായത് ദേ നോ ദാറ്റ് ജീസസ് ഈസ് ദ ലോർഡ്. അല്ലോ, ആദ്യം പറയുന്ന വാക്കെന്ന മനുഷ്യപുത്രൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ മഹിമയുടെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, സോ നൗ ദേ അണ്ടർസ്റ്റാൻഡ് ദ ലോർഡ് ജീസസ്. ദേ സേ, എന്താ പറഞ്ഞ? കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? ഹല്ലേലൂയ. അപ്പോൾ യേശു പറയുന്ന മറുപടി എന്താണ് ശരിക്കും? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഹല്ലേലൂയ. അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത്, ദ ലീസ്റ്റ് ഓഫ് ദീസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു രണ്ടു കൂട്ടരെ സെപ്പറേറ്റ് ചെയ്തു. ചെമ്മരിയാടുകളെയും കോലാടുകളെയും സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് കോലാടുകളെ നോക്കിക്കൊണ്ട് പറയുകയാണ് ശരിക്കും. എന്താ പറയുന്നത്? ശരിക്കും അവരെ നോക്കി പറയുവാണ് ശരിക്കും, ഈ ചെമ്മരിയാടുകളുണ്ടല്ലോ, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്കാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അതായത് കോലാടുകളുടെ കൂട്ടത്തെ നോക്കി പറയുവാണ് ശരിക്കും, എൻ്റെ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്കാണ് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നത്. ആംപ്ലിഫൈഡ് വേർഷനിൽ പറയുന്നത്, വൺ ഓഫ് ദ ലീസ്റ്റ് ഓഫ് മൈ ഫോളോവേഴ്സ് യു ഡിഡ് നോട്ട് ഡു ഇറ്റ്, ദെൻ വെൻ യു ഡിഡ് നോട്ട് ഡു ഇറ്റ്, യു ഡിഡ് നോട്ട് ഡു ഇറ്റ് ഫോർ മീ. എൻ്റെ ഏറ്റവും ചെറിയ ഈ ഒരു ഫോളോവേഴ്സിൽ നിങ്ങൾ അത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. കിങ് ജെയിംസ് വേർഷനിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ കൊണ്ടുവരേണ്ട പോയിന്റ് ഇതാണ് ശരിക്കും, ഈ കോലാടുകൾ എന്ന് പറയുന്ന ആ കൂട്ടം, ഹല്ലേലൂയ, യേശുവിൽ വിശ്വസിക്കാത്തവരാണെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റുകളും എത്തിയസ്റ്റുകളും, ഹല്ലേലൂയ, ദൈവവിശ്വാസികൾ അല്ലാത്ത ഒരു കൂട്ടമാണെന്നിരിക്കട്ടെ. അങ്ങനത്തെ ഒരു കൂട്ടമാണെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യേശുവിന് പറയാൻ സാധിക്കുന്നത്, ഒരു ഹിന്ദുവിനെ നോക്കി പറയാൻ സാധിക്കുന്നത്, നീ എൻ്റെ ഒരു ബിലീവറിന് ഇത് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നത്, നിന്റെ ഇൻഹെറിറ്റൻസ് ഇതാണ്? ഹൗ ക്യാൻ ജീസസ് സേ ഹീസ് എ റൈച്ചസ് കിങ്? ഹൗ ക്യാൻ ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് കർത്താവിന് എങ്ങനെ പറയാൻ സാധിക്കും, എൻ്റെ ഈ സഹോദരന്മാരിൽ ഒരുവനെ, എന്നെ ഫോളോ ചെയ്ത ഈ വിശ്വാസിക്ക് നീ അത് ചെയ്യാതിരുന്നത് മുഖാന്തരം പിശാചിനും അവന്റെ ദൂതന്മാർക്കുമുള്ള അഗ്നിതടാകത്തിലേക്ക് നീ പോകുക എന്ന് കർത്താവിനെ എങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് നോട്ട് പോസിബിൾ, ബിക്കോസ് ഹി ഈസ് എ റൈച്ചസ് കിങ്. ഹല്ലേലൂയ. അപ്പോ ഈ കോലാടുകളുടെ കൂട്ടം എന്ന് പറയുന്നത് ആരാണ് ശരിക്കും? വിശ്വാസികൾ തന്നെയാണ്. ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെമ്മരിയാടിന്റെ കൂട്ടത്തിലാണോ കോലാടിന്റെ കൂട്ടത്തിലാണോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ആ വചനഭാഗം വ്യക്തമായിട്ട് പ്രാർത്ഥിക്കും. നമുക്ക് ഇപ്പോൾ ഒരു ഹിന്ദുവിനെ നോക്കിയിട്ട്, ഒരു ഹിന്ദു സഹോദരനെ നോക്കിയിട്ട് യേശുവിന് പറയാൻ പറ്റുമോ, എൻ്റെ ഈ സഹോദരന്മാരിൽ, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച ഈ ഫോളോവറിനെ നീ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തില്ല, നീ ആഹാരം വാങ്ങിച്ചു കൊടുത്തില്ല, നീ അവനെ കാരാഗ്രഹത്തിൽ സന്ദർശിച്ചില്ല എന്നതുകൊണ്ട് പിശാചിനും അവന് അവകാശമായ നിത്യനരകത്തിലേക്ക് നീ പോകാൻ എങ്ങനെ യേശു കർത്താവിന് ഒരു ഹിന്ദുവിനെ നോക്കി പറയാൻ സാധിക്കും? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഹല്ലേലൂയ. അത് ഇൻജസ്റ്റിസ് ആണ് ശരിക്കും. അവൻ പറയും, ദേ ആർ നോട്ട് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൻ എൻ്റെ സഹോദരനോ സഹോദരിയോ അല്ല. ദാറ്റ് ദേ ആർ ദ ക്രിസ്ത്യൻസ്. ഹല്ലേലൂയ. അപ്പോൾ ആ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചെമ്മരിയാടുകളും കോലാടുകളും എന്ന് പറയുന്ന രണ്ടു കൂട്ടവും ആരാണ് ശരിക്കും?
യേശു കർത്താവിൻ്റെ വിശ്വാസികളുടെ കൂട്ടമാണ്. നിങ്ങൾ ആ വചനം ആവർത്തിച്ച് വായിക്കണം. ഞാൻ പറയുന്നത് എപ്പോഴും ഓരോ വചനഭാഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും കേട്ടുപോകരുത്. ഹല്ലേലൂയ. കർത്താവ് നേരത്തെ പറഞ്ഞ പോലെ ടോൾഡ് മീ ടീച്ച് യു ദ റിയൽ ക്രിസ്ത്യാനിറ്റി. യേശു നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന റിയൽ ക്രിസ്ത്യൻ ലൈഫ് നിങ്ങളെ പഠിപ്പിക്കണമെന്നാണ് കർത്താവിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. അപ്പോ ആ കോലാടുകളുടെ കൂട്ടം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ശരിക്കും വിശ്വാസികളുടെ കൂട്ടം തന്നെയാണ്. ചെമ്മരിയാടുകളുടെ കൂട്ടവും എന്താണ്? ശരിക്കും വിശ്വാസികളുടെ കൂട്ടമാണ്. ഹി സെപ്പറേറ്റിംഗ് ദം. ഹല്ലേലൂയ. അപ്പൊ അവിടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം നീ എന്നെ വിശ്വസിച്ചോ എന്നല്ല ചോദിക്കുന്നത്. നീ എന്നെ എല്ലാ ഞായറാഴ്ചയിലും ആരാധിച്ചോ എന്നുള്ളതല്ല ചോദ്യം. നീ ഭാഷാവരത്തിൽ സ്തുതിച്ചോ എന്നുള്ളതല്ല ചോദ്യം. ഹല്ലേലൂയ. നീ ലൈവ് ശുശ്രൂഷ അറ്റൻഡ് ചെയ്തോ എന്നുള്ള ചോദ്യം. ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സ്നേഹത്തിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ. ഡിഡ് യു ഡു ദാറ്റ്? ഡിഡ് യു ഡെമോൺസ്ട്രേറ്റ് that in your life? Holy and wonderful Jesus. Hallelujah. Thank you, Jesus. Evaluate our individual life. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, കൂടുതൽ സമയം വചനം വായിക്കാൻ സ്പെൻഡ് ചെയ്യുന്നു. എവറിത്തിങ് ഈസ് സെൽഫ് സെന്റേർഡ്നെസ്. ഹല്ലേലൂയ. എല്ലാം നമ്മളിലേക്ക് തന്നെയാണ്. കാരണം നമ്മൾ ദൈവത്തെ ഒരു വെൻഡിങ് മെഷീനായിട്ടാണ് കാണുന്നത്. അല്ല, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്ത്, എവറിത്തിങ് ദാറ്റ് ഐ വാണ്ട് ടു റിസീവ്. നൗ ജീസസ് ഈസ് സേയിങ് സ്റ്റോപ്പ് ആസ്കിങ് ദാറ്റ്. ഹി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഹല്ലേലൂയ. ബട്ട് നൗ do an outward activity of my love. Demonstrate my love to your neighbor. Hallelujah. Thank you, Jesus. അപ്പൊ അതാണ് യേശു കർത്താവ് പറഞ്ഞത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത് വാക്കിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഷോ ഇറ്റ്, ഡു ഇറ്റ് സംതിങ്. ഓ ജീസസ്, ഐ താങ്ക് യു. ഹല്ലേലൂയ. 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 ഞാനിത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഇന്നത്തെ ലൈവ് ഇതിനകത്ത് സൂമിനകത്ത് വന്ന ഒരാൾക്ക് ഒരു എക്സ്ക്യൂസ് ഇല്ല. യു ആർ നോട്ട് ഗോയിങ് ടു ബി എക്സ്ക്യൂസ്ഡ് ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി സ്പോക്കൺ ദ വേർഡ് ഓഫ് ദ ലോർഡ് ജീസസ്. നിങ്ങളോട് 94 പേരോടും കർത്താവിന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. സോ യു വിൽ ബി അക്കൗണ്ടഡ് ബിഫോർ ദ ത്രോൺ ഓഫ് ദ ലോർഡ് ജീസസ്. യേശുവിന്റെ സിംഹാസനത്തിന് മുമ്പ് വരുമ്പോൾ ഇന്ന ദിവസം ജൂൺ 13-ാം തീയതി ഹല്ലേലൂയ ബ്രിസ്ബെയിൻ സമയം 11:56, നിങ്ങളുടെ സമയം എനിക്ക് അറിയത്തില്ല, ആ സമയത്ത് എന്റെ ദാസനായ ജിയോയിലൂടെ ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം എവറിത്തിങ് ഈസ് കറക്റ്റ്, ബട്ട് ഡിഡ് യു ഷോ യുവർ ലവ് ഔട്ട്വേർഡ്ലി? നിന്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല, നിന്നെ അറിയാവുന്ന നിന്റെ മക്കളും ആ ഭവനത്തിനകത്ത് മാത്രമല്ല, ഡിഡ് യു ഡു ഇറ്റ് ഔട്ട്വേർഡ്ലി? ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് മൈ ലവ്. ഹല്ലേലൂയ. എന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു, ഞാൻ നിന്റെ ശരീരത്തിലായിരിക്കുന്നു. ആ ശരീരത്തിൽ നീ ആയിരുന്ന സമയത്ത് ഈ സ്നേഹത്തിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ എവിടെ? വേർ ഈസ് ഇറ്റ്? ഹല്ലേലൂയ. അതാണ് അലിൻ ബ്രദർ നേരത്തെ പറഞ്ഞ ശരിക്കും ഔട്ട്വേർഡ് എക്സ്പ്രഷൻ, എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. അതാണ് കർത്താവ് ഇന്ന് ക്രിസ്തീയ വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾ ഇത് ചെയ്യാത്തത് കൊണ്ട് ഹല്ലേലൂയ ആരത് ചെയ്യുന്നത്? മുസ്ലിം സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും ചെയ്യുന്നു. ഹല്ലേലൂയ. വേർ ഈസ് അവർ ഗോഡ് ബീങ് പ്രൊജക്റ്റഡ്? നമ്മൾ ലോകത്തിന്റെ പ്രകാശമാകാൻ വേണ്ടിയല്ലേ കർത്താവ് വിളിച്ചത്? ഇപ്പൊ അവര് ലോകത്തിന്റെ പ്രകാശമാവുകയാണ്. ഹല്ലേലൂയ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നമ്മൾ ഭൂമിയുടെ ഉപ്പാകാൻ വേണ്ടി വിളിച്ചത്, ഇപ്പൊ അവര് ഭൂമിയുടെ ഉപ്പാവുകയാണ്. കാരണം എന്താണെന്നറിയോ? കർത്താവിന്റെ മക്കള് സെൽഫ് സെന്റേർഡ് ആയി പോയി, തന്നിലേക്ക് തന്നെ എല്ലാം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്തുകൊണ്ട് അതിനെ എന്റർടൈൻ ചെയ്യുന്ന ഒരു കൂട്ടം ടീച്ചിങ്ങുകളും പാസ്റ്റർമാരും ടീച്ചേഴ്സും എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ, പീപ്പിൾ ഫോർഗോട്ട് ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ഒരു റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്താണെന്ന് ആരോടും ഇറ്റ്സ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ക്രൈസ്റ്റ് ലവ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ്. ഇറ്റ്സ് എ ആക്ഷൻ, ഇറ്റ്സ് നോട്ട് ഇൻ വേർഡ്സ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, ഐ പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തതയോടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഡു സംതിങ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സ്വന്തം ജീവിതത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാനൊരു പെർഫെക്റ്റ് ആയതുകൊണ്ടല്ലേ ഇതിനകത്ത് പറയുന്നത്. ഞാനിത് പറയുന്നത് ഇതിനകത്ത് എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോണ്ടാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്തൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ യേശു കർത്താവ് വന്നു, ഹല്ലേലൂയ, സിംഹാസനത്തിന് മുമ്പ് ഞാൻ നിൽക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പോലും ജയിലിൽ പോയി ഞാൻ സന്ദർശിച്ചിട്ടില്ല ഇതുവരെ. ഹല്ലേലൂയ. ഐ ഹാവൻ ഡൺ ദാറ്റ്. ഇന്ന് ഞാൻ കർത്താവിനോട് പ്രോമിസ് ചെയ്യുമായിരുന്നു ശരിക്കും, കർത്താവേ, ഇതുവരെ പല കാര്യങ്ങളും ഞാൻ ചെയ്തില്ല, ഇനി മുമ്പോട്ടുള്ള സമയത്ത് ഇനി എനിക്ക് ലൈഫ് ഉണ്ടെങ്കിൽ കർത്താവ് ആ ദിവസം അനുവദിച്ചു തന്നു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു വർക്ക് ഇറ്റ് ഔട്ട്. ഇത് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് ശരിക്കും. ഒരു രോഗിയെ പോലും ഞാൻ എവിടെയെങ്കിലും പോയി വിസിറ്റ് ചെയ്യാൻ, ഇപ്പം കോവിഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള അവസരം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ജയിലിൽ കിടക്കുന്ന ഒരുവനെ പോയി കണ്ട്
അവനൊരു ആശ്വാസവചനം കൊടുക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ്, അങ്ങനത്തെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ലവ്, ഹല്ലേലൂയ, അതെന്തുകൊണ്ടാണ് നമുക്ക് വരാത്തെന്നറിയാമോ ശരിക്കും? അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് അവർ സെൽഫ് സെൻറ്റേഡ്നെസ്. നമ്മൾ സെൽഫ് സെൻറ്റേഡ് ആണ്. നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ കർത്താവ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ട്രൈങ് ടു ട്രീറ്റ് ജീസസ് ആസ് എ വെൻഡിങ് മെഷീൻ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ട്രൈ ടു ഷോ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ടു അതേഴ്സ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം അവിടെ ഉയരുവാണ്, യേശുവിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുകയാണ്. അനേകം പേര് നിങ്ങളുടെ ആ സ്നേഹപ്രകടനം കണ്ട്, ചെറുതാകാം, ഹല്ലേലൂയ, ഒത്തിരി വലുതൊന്നും ആകണമെന്നില്ല, ഹല്ലേലൂയ, പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ യേശുവിന് ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. അല്ല, അപ്പം നമ്മൾ ഇനിയും ചെയ്യേണ്ടത് യേശുവിന് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത പ്രവർത്തികൾ ഇനി തന്ന ജീവിതത്തിനകത്ത് ചെയ്യാൻ തുടങ്ങണം. ഓ ഹോളി ആൻഡ് വണ്ടർഫുൾ ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചർച്ചിൽ പോയി, അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയാ. അവിടെ പ്രാർത്ഥിക്കാൻ പോയി എന്തിനാ? നിങ്ങളുടെ സ്വന്തം അഭിഷേകത്തിന് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി, വിവാഹം നടക്കാൻ വേണ്ടി, ലാൻഡ് വിൽക്കാൻ വേണ്ടി, വേദന മാറാൻ വേണ്ടി, എല്ലാം എന്താണ് ശരിക്കും? സെൽഫാണ്. നമ്മുടെ കുടുംബപിള്ളേരുടെ എഡ്യൂക്കേഷൻ നടക്കണം, അവർക്ക് പഠിക്കണം, അവർക്ക് വിദേശത്ത് പോകണം. എവറിത്തിങ് ഈസ് അറൗണ്ട് മീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹി ഈസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ജീസസ് വെൻ ഹി ഈസ് ഓൺ ദ ത്രോൺ, സിംഹാസനം ഇരിക്കുമ്പോൾ ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഹി ഈസ് ആസ്കിങ്, വാട്ട് ഡിഡ് യു ഡു വിത്ത് യുവർ ലൈഫ് ടു അതേഴ്സ്? ഹല്ലേലൂയ. അപ്പൊ ഇന്ന് സൺഡേയിൽ നല്ലൊരു ദിവസമാണ് ശരിക്കും. പുതിയൊരു തീരുമാനം എടുക്കാൻ പറ്റിയ സമയമാണ് ശരിക്കും. സോ സൈലന്റ്, കുറച്ച് ഒത്തിരി കാര്യങ്ങൾ കേൾക്കാതെ ചെറിയൊരു കാര്യം കേട്ടിട്ട് അതിനകത്തൊരു തീരുമാനം എടുക്കണം. അതിനകത്തൊരു ഡിസിഷൻ എടുക്കണം. ലോർഡ്, യെസ്, എൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് ഞാനൊരു ജയിലിൽ പോയി, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ പോലും സന്ദർശിച്ചിട്ടില്ല. ഞാൻ ഉദാഹരണം പറയുകയാണ് ശരിക്കും. അപ്പം അങ്ങനെ ഒരു തീരുമാനം, എനിക്ക് അങ്ങനെ ഒരു അവസരം അത് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു വസ്ത്രമില്ലാത്തവന് വസ്ത്രം വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടില്ല, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ പ്രവൃത്തികൾ കൂടെ അങ്ങയുടെ സ്നേഹത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം എൻ്റെ ലൈഫ് എനിക്കറിയാം. ഐ ക്യാൻ നോ. ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേർ ഐ ആം സ്റ്റാൻഡിങ് ടുഡേ, ഇന്ന് ഞാൻ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പ് ഇന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ബബ്ബാടിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, യേശു കർത്താവ് എന്നെ നോക്കി അവൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഏത് കൂട്ടത്തിലാണ് ഞാൻ? ചെമ്മരിയാടുകളുടെ കൂട്ടത്തിലാണോ കോലാടുകളുടെ കൂട്ടത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഇനി കർത്താവ് ദിവസങ്ങൾ തന്നിരിക്കുന്നത് കൊണ്ട് ആ ഇവാലുവേറ്റ് ചെയ്തതിനനുസരിച്ച് എന്ത് ചെയ്യണം? ജീവിതത്തെ മാറ്റണം, ജീവിതത്തെ ക്രമീകരിക്കണം. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഓൾ ഓഫ് യു ആർ ബിലീവിങ് ജീസസ്, റൈറ്റ്? എല്ലാവരും യേശു കർത്താവിനെ ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ചവരല്ലേ? സോ യു ആർ ബോൺ അഗെയിൻ. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ് ശരിക്കും. വാട്ടർ ബാപ്റ്റിസം എടുത്തവരാണ് ശരിക്കും. ചർച്ചിൽ പോകുന്നവരാണെല്ലാം. എവറിത്തിങ് ഈസ് കറക്റ്റ്. ഹല്ലേലൂയ. യു അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. 10-15 വർഷം മുമ്പ് അക്സെപ്റ്റ് ചെയ്തവരല്ലേ? അല്ലെങ്കിൽ 20 വർഷം മുമ്പൊക്കെ അക്സെപ്റ്റ് ചെയ്തവരല്ലേ നമ്മള്? സോ ഫ്രം ആഫ്റ്റർ ദാറ്റ് ഈസ് വാട്ട്? അതിനുശേഷം എന്താ? അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ. അതിനുശേഷം ഇനി എന്താണ് ശരിക്കും? എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള, എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളായി മാറണം. ഹല്ലേലൂയ. ഞാൻ ഈ ആഴ്ചയിൽ വെള്ളി, ശനി, ഞായർ 3 ദിവസം വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളോട് പഠിപ്പിക്കുന്നതും, ഹല്ലേലൂയ, നിങ്ങളുടെ ഡെലിവറൻസ് സർവീസ് ഒക്കെ ചെയ്യുന്നത് എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് മൈ ലവ് ടുവേർഡ്സ് ലോർഡ്. ഇറ്റ്സ് വൺ ഓഫ് മൈ എക്സ്പ്രഷൻ ഓഫ് ലവ് ടുവേർഡ്സ് ലോർഡ്. ഹല്ലേലൂയ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. അത് മാത്രം ഇനഫ് അല്ല ശരിക്കും. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നത്, നീ ഇത്ര സർവീസ് ചെയ്തോ, ഇത്ര ആൾക്കാരെ കൂട്ടിയോ? ഓക്കെ, ദാറ്റ് ഈസ് വൺ പാർട്ട്. ബട്ട് ഹിയർ ഹി ഈസ് ആസ്കിങ്, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ? ഞാൻ ജയിലിലായിരുന്നു, നീ എന്നെ വിസിറ്റ് ചെയ്തോ? ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് തുണി തന്നോ? ഞാൻ ആഹാരം ഇല്ലാത്തവനായിരുന്നു, നീ എനിക്ക് ആഹാരം തന്നോ? ഹീസ് ആസ്കിങ് അബൌട്ട് ദാറ്റ്. സോ വാട്ട് ഐ വിൽ ആൻസർ? ഞാൻ എന്ത് ആൻസർ കൊടുക്കും? ഹല്ലേലൂയ. അപ്പം ആ ഒരു ഏരിയ എൻ്റെ ക്രിസ്ത്യൻ ലൈഫിനകത്ത് എൻ്റെ വീക്ക്നെസ് ആണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യണം. ആ ബലഹീനമായിട്ടുള്ള എൻ്റെ ക്രിസ്ത്യൻ ലൈഫിനെ സ്ട്രെങ്തൻ ചെയ്യണം. ദാറ്റ് ഈസ് മോർ പ്ലീസിങ് ടു ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശു കർത്താവിന് പ്ലീസിങ് ആയിട്ടുള്ള ലൈഫ്. ഹല്ലേലൂയ. ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. 15-25 വർഷമായിട്ടും വിശ്വസിക്കുക. കമോൺ, ഐ ബിലീവ്ഡ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാം വിശ്വസിച്ചില്ലേ? കമോൺ, ഹല്ലേലൂയ. ആദരം കൊണ്ട് വിശ്വസിച്ച്, ഹൃദയത്തെ വിശ്വസിച്ച്, ആദരം കൊണ്ട് ഏറ്റു പറഞ്ഞു, വി ആർ ബോൺ അഗെയിൻ. ഗാർമെന്റ് ഓഫ് സാൽവേഷൻ ഈസ് ഇൻ അവർ സ്പിരിറ്റ്. Hallelujah. The robe of righteousness in our spirit. Come on, move on. Do something for Christ so that others see who is your God.
നിങ്ങളുടെ ദൈവം ആരാണെന്ന്, അല്ലെങ്കിൽ ആ ദൈവത്തെ ഈ ദൈവത്തെയൊക്കെയാണ് ആൾക്കാർ ഉന്നത ദൈവമായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ദൈവങ്ങളെയാണ് ശരിക്കും. ഹല്ലേലൂയ. വേർ ഈസ് യുവർ ഗോഡ് ബീങ് ഡെമോൺസ്ട്രേറ്റഡ് ടു ദിസ് വേൾഡ്? ഈ ലോകത്തിൽ എവിടെയാണ് നിങ്ങൾ പ്രകാശമാകുന്നത്? കുടുംബത്തിനകത്തല്ല. ദാറ്റ്സ് എ സെൽഫ് സെന്റർഡ്നെസ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇപ്പോൾ എൻ്റെ ജോയലിന്റെ വിദ്യാഭ്യാസം നടക്കണേ കർത്താവേ, ഗ്ലോറിയയുടെ കല്യാണം നടക്കണമേ, ജെസിക്ക മര്യാദയ്ക്ക് നടന്നു വരണമേ, എൻ്റെ ഭാര്യയ്ക്ക് രോഗമൊന്നും ഉണ്ടാകല്ലേ, എൻ്റെ സാമ്പത്തികം ഉണ്ടാകല്ലേ. എവറിഥിങ് ഈസ് സെൽഫ് സെന്റർ, എവറിഥിങ് ഈസ് അറൗണ്ട് മീ. ഹല്ലേലൂയ. എല്ലാം എന്നെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ്, പ്രാർത്ഥനകളാണ്, ആവശ്യങ്ങളാണ്. നോ, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. ഹല്ലേലൂയ. ഞാൻ അതാണ് ലൈവ് ശുശ്രൂഷയ്ക്കകത്ത് വരുമ്പോൾ പറയുന്നത്, ഒരു കുടുംബമായിട്ട് മറ്റൊരുവന്റെ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദ ഹാർട്ട്, ഗോഡ് ഓൾവേസ് സീ യുവർ ഹാർട്ട്. ഹല്ലേലൂയ. ലോകക്കാരും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിലുള്ള ആൾക്കാര് നിങ്ങൾ എന്തു ചെയ്തു എന്നതാണ് ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ശ്രദ്ധിക്കുന്നത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്നാണ് ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചില സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുന്ന സമയത്ത് പറയും, എന്നാലും നീ എന്നോട് അത് ചെയ്തല്ലോ. ഹല്ലേലൂയ. അതാ മനുഷ്യന്റെ സ്വഭാവം. അല്ലെങ്കിൽ ഇയാൾ എന്നോട് ഇത് ചെയ്തല്ലോ. ഔട്ട്വേർഡ്ലി ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ബട്ട് ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. വൈ ദിസ് പേഴ്സൺ ബിഹേവ് ലൈക്ക് ദാറ്റ്? എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെ ചെയ്തത് എന്നാണ് ദൈവം എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോ സ്നേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എൻ എക്സ്പ്രഷൻ ഓഫ് മൈ ലവ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ മറ്റൊരുവന്റെ മുമ്പിൽ കൊടുക്കാനുള്ള ഏക വഴി എന്താണ് ശരിക്കും? എനിക്കൊരു സുഹൃത്തുണ്ട്, ഈ ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് അദ്ദേഹം പെർത്തിലാണ് ശരിക്കും. അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റിക്കൽ ടൈപ്പാണ്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രി മുഴുവൻ ഭയങ്കര ഈ ഒരു ഭയങ്കര കട്ടിയുള്ള മിനിസ്ട്രി. അതായത് ഈ ഗാംബ്ലിങ് ചെയ്യുന്നവര്, ഡ്രഗ്സ് അഡിക്റ്റുകൾ, ആൽക്കഹോളിക്കുകൾ, അങ്ങനെയുള്ള മദ്യപാനം എടുക്കുന്നവര്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവര്, അങ്ങനെ അവരുടെ ഇടയിലാണ് പുള്ളി മിനിസ്ട്രി ചെയ്യുന്നത്. ഓക്കെ, മിനിസ്റ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എങ്ങനെയാണെന്നറിയോ? ശരിക്കും ഇവിടെ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഈ ഓസ്ട്രേലിയൻസ് എല്ലാം കൂടുതലും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് കൂടുതലും ഈ ബീച്ചുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. അപ്പൊ നല്ല സൺലൈറ്റ് ഒക്കെ വരുമ്പം വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ബീച്ചിലോട്ട് പോകും, ബീച്ചിലൊക്കെ ആയിരിക്കും. സോ ഈ പുള്ളി എന്ത് ചെയ്യും? ശരിക്കും അവരെ പോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത്, ഹല്ലേലൂയ, പുള്ളി ഒരു ഇതുപോലെ തന്നെ ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ബീച്ചിൽ പോകും. ബീച്ചിൽ പോയിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ, പുള്ളി ഇന്ത്യൻസിന്റെ മലയാളിയാണ് ആള്, പക്ഷെ പുള്ളി മിനിസ്റ്റർ ചെയ്യുന്നതെല്ലാം ഈ ഓസ്ട്രേലിയൻസിന്റെ ഇടയ്ക്കാണ്. പുള്ളിക്ക് ഒരു സ്പെഷ്യൽ കഴിവ് അതിനകത്ത്. ശരിക്കും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ശരിക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഹി ഈസ് വെരി വെരി ടാലന്റഡ്. പുള്ളിയോട് നമുക്ക് സംസാരിച്ച് നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ ബീച്ചിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് അവിടെ ബീച്ചിലകത്ത് ആൾക്കാർ ഇരിക്കുന്ന ചുമ്മാ പരിചയപ്പെട്ടിട്ട് എന്ത് ചെയ്യും? അവരോട് 1 by 1 ആയിട്ട് ചുമ്മാ ഒരു ചോദ്യം ചോദിക്കും. ഹല്ലേലൂയ. അപ്പൊ ആ ചോദ്യം ചോദിക്കുക, പുള്ളിക്കറിയാം അതിന്റെ ടെക്നിക്കുകൾ. ഹല്ലേലൂയ. അങ്ങനെ ചോദ്യം ചോദിച്ച് അവസാനം എന്ത് ചെയ്യും? ഹി വിൽ വിൻ എ സോൾ. ഹല്ലേലൂയ. വൈ ഹി ഈസ് ഡൂയിങ് ദാറ്റ്? എന്തുകൊണ്ടാണ് ശരിക്കും? വീട്ടിനകത്തിരുന്ന് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഇറ്റ്സ് എൻ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ഹിസ് ലവ്. ഹി ഈസ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ടു സംബഡി ഔട്ട്സൈഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഗ്യാമ്പിൾ ചെയ്യുന്നവര്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, അങ്ങനെയൊക്കെ മിനിസ്റ്റർ ചെയ്യുന്ന എത്ര പേരുണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞ മിനിസ്റ്ററുടെ ആസ്പെക്ട് മാത്രമല്ല ശരിക്കും. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തി ലൈഫിനകത്ത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് അത് സാധിക്കത്തില്ല. ഒരു ഡ്രഗ്സ് അടിച്ച ഒരുത്തനെ പോയി കണ്ട് അവനെ വചനം പറഞ്ഞ് അവനെ ഒരു വഴിയിലോട്ട് നടത്തുക എന്ന് പറയുന്ന, കർത്താവിന്റെ മാർഗത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെ. ബട്ട് ഇൻ അവർ പേഴ്സണൽ ലൈഫ് വി ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. ബട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇറ്റ് ഷുഡിൻ ബി ഇൻ ചർച്ച്. ചർച്ചിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഔട്ട്വേർഡ് എക്സ്പ്രഷൻ അല്ല നമുക്ക് വേണ്ടത്. വി ഷുഡ് സ്റ്റോപ്പ് ദിസ്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ആരാ വരുന്നത്? ചർച്ചിനകത്ത് ആരാ വരുന്നത്? ഓൾ ബിലീവേഴ്സ് ആർ കമ്മിങ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകാനാണ് പറഞ്ഞത്. സഭയുടെ പ്രകാശമാകാനാണോ പറഞ്ഞത്? എന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പ്രകാശമാകാനാണോ കർത്താവ് പറഞ്ഞത്? നോ. ഹി സെഡ് ബിക്കം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പ്രകാശമാകണം. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാൻ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുമ്പോട്ട് പോകുന്നില്ല. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 1-2 കാര്യങ്ങളായിരിക്കും ഈ സൂം മീറ്റിംഗിനകത്ത് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ഹല്ലേലൂയ, അന്ന് നിങ്ങൾ തല കുനിച്ച് നിൽക്കാത്ത വണ്ണം നിങ്ങളെ പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ശരിക്കും കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനകത്ത് 1000 കൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ഹല്ലേലൂയ. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു വരത്തില്ല. സോ യു ഗോ ആൻഡ് സ്റ്റഡി മാത്യു ചാപ്റ്റർ 25. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ സമയത്തിനകത്ത് വായിച്ചു നോക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ജിയോബത്രവ് പറയുന്നതാണ് ശരിയെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ലൈഫിനകത്ത് ഞാൻ ഈ പ്രവർത്തികൾക്കകത്ത് വേർ ഐ ആം സ്റ്റാൻഡിങ്, എവിടെയാണ് ഞാൻ നിൽക്കുന്നത്?
ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ സ്ഥാനത്ത് ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ഇപ്പോൾ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? വി ഹാവ് ടു കറക്റ്റ് അവർ ലൈഫ്. ജീവിതത്തെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തുവിന് അനുരൂപരായി നമ്മൾ മാറുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടിയല്ലേ നമ്മൾ വിളിക്കപ്പെട്ടത്. റോമാലേഖനത്തിൽ പറയുന്നതാണ് ശരിക്കും വി നീഡ് ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ഇമേജ് ഓഫ് ദ ലോർഡ് ജീസസ്. യേശുവിന്റെ ഇമേജിനോട് താതാത്മ്യപ്പെടുവാൻ, ആ ഇമേജിലേക്ക് വരുവാൻ വേണ്ടിയാണ് ശരിക്കും കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശുവിന്റെ ഇമേജ് എന്തായിരുന്നു ശരിക്കും? അപ്പോസ്തലപ്രവൃത്തികൾ 10:38 പറയുന്നതാണ്, ഹി വെന്റ് ആൻഡ് ഡിഡ് ഗുഡ് ഫോർ എവറിത്തിങ്. എല്ലാവർക്കും നന്മ ചെയ്തെന്നാണ് അപ്പോസ്തലപ്രവൃത്തികൾ 10:38 പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു സന്ദേശം, കഴിഞ്ഞ പ്രാവശ്യം ലവ് ആയിരുന്നു, ഇന്ന് ആ ലവിന്റെ, സ്നേഹത്തിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷനെ കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്ത്, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, നിങ്ങൾ ഹസ്ബൻഡും വൈഫും നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അസസ് ചെയ്ത് നോക്കിക്കോ. ഹല്ലേലൂയ. ചിലപ്പോൾ വൈഫിന് ജോലിയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ, പക്ഷേ ആസ് ദ ഹോളി സ്പിരിറ്റ് ഈ ഒരു മേഖലയ്ക്കകത്ത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കി വഴിയരികിൽ കൊണ്ടുവന്ന് അവിടെ ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യന് കൊടുത്തിട്ട് പറയും, യേശു നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ ആ വാക്ക് കേൾക്കും. he will hear that യേശു, ഓക്കെ, യേശു ഇവളുടെ ദൈവമാണല്ലോ യേശു. അതാരാ? ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ശരിക്കും ഒരു കവലയ്ക്കകത്തൊരു മീറ്റിംഗ് വരുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞത്, നിങ്ങൾ ഒരു ആഹാരം ഉണ്ടാക്കി ഒരു നേരത്തെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് വഴിയിൽ ഭിക്ഷ യാചിക്കുന്ന ഒരുത്തിനോട് കൊടുത്തിട്ട് പറയുകയാണ്, യേശു കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പം യേശുവിനെ ആരാന്ന് അറിയത്തില്ലെന്നിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് പോന്നു, ഏതാണ് ഈ യേശു എന്ന് അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു പരസ്യയോഗം വന്നെന്നിരിക്കട്ടെ, കവലയോഗം വന്നെന്നിരിക്കട്ടെ. ആ കവലയോഗത്തിനകത്ത് ഏതെങ്കിലും ഒരു സഹോദരൻ യേശുവാണ് ക്രിസ്തു എന്ന്, അപ്പൊ അവൻ ചിന്തിക്കും, എടാ അന്ന് പറഞ്ഞ ആ സഹോദരൻ ഉണ്ടല്ലോ, അവള് പറഞ്ഞത് യേശുവിന്റെ കാര്യമാണല്ലോ, എന്നാ ഞാനൊന്ന് കേട്ടേക്കാം. അവൻ യേശുവിനെ അംഗീകരിച്ചാലോ? നിങ്ങളുടെ സ്നേഹപ്രവൃത്തി കണ്ട് അവൻ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വന്നാലോ? യേശുവിന്റെ നാമം ഉയരുവല്ലേ? ശരിക്കും പിശാചിന് ഒരു തന്നെ നഷ്ടപ്പെടുകയല്ലേ? തിങ്ക് വെരി ഇന്നോവേറ്റ്ലി. ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങിലോട്ട് വരണം. ഹല്ലേലൂയ. പഠിക്കുന്ന സ്കൂളിലാകെ എവിടെയാണെങ്കിലും ഹല്ലേലൂയ, വി മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ലവ് വൺ വേ. കർത്താവ് പറഞ്ഞ തൻ്റെ സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കണം. ഹല്ലേലൂയ. ഇത് ഈ സെൽഫ് സെന്റർഡ്നെസ് ബ്രേക്ക് ചെയ്യപ്പെടണം. എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു സംഭവം എന്ത് ചെയ്യണം? നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഫ്ലഷ്. അല്ലേ, ആ ഫ്ലഷിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദ ഹോളി സ്പിരിറ്റ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വാഹകരായി, ഒരു ചാനലായി നിങ്ങൾ മാറും. ഒത്തിരി വചനമൊന്നും അറിയണ്ട. നിങ്ങളൊക്കെ കുഞ്ഞുനാളിലേ തൊട്ടേ വചനം കേൾക്കുന്ന ഇഷ്ടം പോലെ വചനം നിങ്ങൾക്ക് അറിയാം. ഹല്ലേലൂയ. ഗോ ഔട്ട് ആൻഡ് സ്പീക്ക് ദാറ്റ് വേർഡ് ടു സംബഡി ഹു ഡു നോട്ട് നോ ദാറ്റ് വേർഡ്. ക്രിസ്തുവിനെ അറിയാത്ത ഒരുത്തിന് മുമ്പിൽ ചെന്ന് ആ വചനം ഒന്ന് പറഞ്ഞു നോക്ക്. പരിശുദ്ധാത്മാവ് ഫ്ലോ ചെയ്യും. പക്ഷെ ആ പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ, ആ മൂവ്മെന്റ് നടക്കണമെങ്കിൽ ഫസ്റ്റ് ഐ ഷുഡ് ബി എ വെസൽ. ഞാനൊരു വെസലാകണം. പരിശുദ്ധാത്മാവ് ഫ്ലോ ചെയ്യാനുള്ള ഒരു വെസലാകണം. ഹല്ലേലൂയ. അപ്പൊ ആ വെസലാകണമെങ്കിൽ ആദ്യം ബ്രേക്ക് ചെയ്യപ്പെടേണ്ട എന്താണ്? എൻ്റെ സെൽഫ് സെന്റർഡ്നെസ് നോക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അല്പസമയം കണ്ണുകൾ അടച്ചാൽ, ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അല്പസമയം കണ്ണുകൾ അടച്ചാൽ ഇവാലുവേറ്റ് ചെയ്തു ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്. ശരിക്കും ഇന്ന് കേട്ട ഈ ഒരു വചനഭാഗത്തിനകത്ത് ഹല്ലേലൂയ, ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്, ശരിക്കും ഞാൻ പറയുകയാണ്, ശരിക്കും ഐ ആം നോ വെയർ. യേശു കർത്താവ് എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ യേശുവിന്റെ മുമ്പിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യത്തക്ക രീതിയിൽ, കർത്താവിന്റെ മുമ്പിൽ ഒരു മറുപടി കൊടുക്കത്തക്ക രീതിയിൽ ഐ ആം നോ വെയർ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ വചനഭാഗം വായിക്കുന്നതിന്, ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ്, ദിസ് വാസ് ദ പ്രോമിസ് ഐ മേഡ് ടു ദ ലോർഡ്. കർത്താവിനോട് കൊടുത്ത പ്രോമിസ് ഇതാണ്, ടുഡേ ഓൺവേർഡ്സ് ലോർഡ് ഐ വിൽ ഡു ദിസ്. ഇന്ന് മുതൽ ഞാൻ അത് ചെയ്യും. ഹല്ലേലൂയ. ഇന്നലെ വരെ ഞാൻ ചെയ്തില്ല, എനിക്കതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ, അങ്ങേ അനുഗമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ലോകത്തിന്റെ പ്രകാശമാകേണ്ട വ്യക്തി എന്ന നിലയിൽ, ഹല്ലേലൂയ, ഐ എം ഗോയിങ് ടു ചേഞ്ച് ദാറ്റ്, ഐ എം ഗോയിങ് ടു കറക്റ്റ് മൈ സെൽഫ്. അതാണ് ശരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. നോബഡി ഈസ് പെർഫെക്റ്റ്. അപ്പൊ ആ പെർഫെക്ഷനിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ് ശരിക്കും ക്രിസ്തീയ ലൈഫിന്റെ റിയൽ മീനിങ്. അതാണ് റിയൽ ആയിട്ട് വേണ്ടത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഓക്കെ, യു മേ ബി എ ബിലീവർ ഫോർ 20 years or 30 years or 40 years. ഹല്ലേലൂയ. എന്നെക്കാട്ടിലും വർഷങ്ങളുടെ പാരമ്പര്യത്തിലുള്ള വിശ്വാസികളാണ് നിങ്ങളൊക്കെ. ഹല്ലേലൂയ. ഞാൻ യേശു കർത്താവിനെ അറിഞ്ഞത് 2007 ശരിക്കും. ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം. ഈവൻ ദോ ഒരു ക്രിസ്തീയ ഭവനത്തിനകത്ത് വിളിക്കപ്പെട്ടതെങ്കിലും, അല്ലെങ്കിൽ ജനിച്ചതെങ്കിലും, ഐ നെവർ ന്യൂ ഹിം. I thought he is one God like many other religious God. ഹല്ലേലൂയ. പക്ഷേ യേശു കർത്താവിനെ അറിഞ്ഞു,
വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വന്നു, വചനം പഠിച്ചു, ആഴത്തിൽ വന്ന് മുമ്പോട്ട് പോയി, വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രവൃത്തിയുടെ കാര്യത്തിനകത്ത് വന്നപ്പോൾ, സ്നേഹത്തിന്റെ പ്രദർശനത്തിന്റെ കാര്യം വന്നപ്പോൾ, ഇപ്പം മിനിസ്ട്രി ഞാൻ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് കറക്റ്റ്, ദാറ്റ് ഈസ് മൈ ലവ് ടുവേർഡ്സ് ജീസസ്. യേശുവിനോടുള്ള എൻ്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. അത് ശരിക്കും യേശു പറഞ്ഞില്ലേ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തി കൊണ്ടോടും സ്നേഹിക്കുക എന്ന് പറയുന്ന ആ 50% ഞാൻ അതിനകത്ത് ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ നിങ്ങളോട് സുവിശേഷം പറയുമ്പോൾ ആ 50% കാര്യത്തിനകത്ത് മാത്രമാണ് ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷെ ബാക്കി 50% എന്ന് പറഞ്ഞത് എന്താണ്? ശരിക്കും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക. ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ക്രൈസ്റ്റ് ലവ് ടു അതേഴ്സ്. അപ്പൊ ആ പോർഷൻ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടുപോകും. ഹല്ലേലൂയ. അപ്പൊ അവിടെയാണ് ശരിക്കും ജിയോ ബ്രദർ കറക്റ്റ് ചെയ്യേണ്ട മേഖല. ഇന്ന് പരിശുദ്ധാത്മാവ് അത് എനിക്ക് എൻലൈറ്റൻ ചെയ്ത് തരുമ്പോൾ ഐ ഓൾറെഡി പ്രോമിസ്ഡ് ലോർഡ് ഇനി മുതലുള്ള ദിവസങ്ങൾക്കകത്ത് already every opportunity I am going to use to help people to demonstrate them the love of Christ. Hallelujah. Hallelujah. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഇപ്പം ഞാനിത് പറയുമ്പോൾ പ്ലീസ് ടേക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു വേറൊരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഓപ്പൺ ആയിട്ട്, ഐ എം വെരി ഓപ്പൺ പേഴ്സൺ, ഐ ഡോണ്ട് ഹൈഡ് എനിത്തിങ് ഇൻസൈഡ്, അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും വെച്ചിട്ട് ജിയോ സംസാരിക്കുന്നു. നോ, ഐ എം വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാത്ത കാര്യമാണെങ്കിൽ കള്ളം പറയുന്നവനായി മാറും ദൈവസന്നിധി. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ലൈഫിനെ അസസ് ചെയ്ത സമയത്ത് ഐ ഫൗണ്ട് ദാറ്റ് ആദ്യത്തെ 50%-നകത്ത് യെസ്, ഹല്ലേലൂയ, വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളോട് ഒന്ന് സുവിശേഷം പറയുന്നു. പക്ഷെ രണ്ടാമത്തെ 50%-നകത്ത് ഹല്ലേലൂയ ഐ ആം നോട്ട് അറ്റ് ഓൾ എനിവേ. ഹല്ലേലൂയ. അല്പസമയം ഒന്ന് കണ്ണുകൾ അടച്ച് 2-3 മിനിറ്റ് നേരം ഒന്ന് കണ്ണുകൾ അടച്ച് ഒരു ഇവാലുവേഷൻ നടത്തിക്കേ. ഹൃദയത്തെ ഒന്ന് അസസ് ചെയ്ത്, ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ, ഹല്ലേലൂയ, നിങ്ങൾ ഹൃദയത്തെ ഒന്ന് അസസ് ചെയ്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഹസ്ബൻഡിനെ നോക്കണ്ട, വൈഫിനെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, നമ്മളിലോട്ട് തിരിഞ്ഞ്, നമ്മുടെ ഹൃദയത്തിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിച്ചേ, കർത്താവേ, ഈ മേഖലയ്ക്കകത്ത് ഇപ്പോൾ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് എനിക്ക് എന്തു പറയാൻ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറഞ്ഞ ആ ഒരു മേഖലകൾക്കകത്ത്, ഹല്ലേലൂയ, യേശു പറഞ്ഞ ആ കാര്യങ്ങൾക്കകത്ത്, എൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് വേർ വിൽ ഐ ബി സ്റ്റാൻഡിങ്? ഹല്ലേലൂയ. ഞാൻ വിശക്കുന്നവനായി നിന്നെ കണ്ടത്, ആഹാരം നൽകിയത്, ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയത്, പരദേശിയായി കണ്ട് സ്വീകരിച്ചത്, നഗ്നനായി കണ്ട് ഉടുപ്പിച്ചത്, രോഗാവസ്ഥയിലായിരുന്നപ്പോൾ കണ്ട് സന്ദർശിച്ചത്, കാരാഗ്രഹത്തിൽ കണ്ട് സന്ദർശിച്ചത്, ആ മേഖലയ്ക്കകത്ത്, ഇത്രയും കാര്യങ്ങൾക്കകത്ത് വേർ ആം ഐ സ്റ്റാൻഡിങ്? ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തേ. എനിക്ക് എന്ത് കാര്യം, ഇപ്പം ചിലപ്പോൾ 40 വയസ്സുള്ള ആളാകാം, 50 വയസ്സുള്ള ആളാകാം, 60 വയസ്സുള്ള ആളാകാം. യേശുവിന് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത പ്രവൃത്തികളായിരിക്കണം ക്രിസ്തീയ ലൈഫിനകത്ത്, നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാകട്ടെ. ഒരിക്കൽ പോലും കർത്താവിനെ നിഷേധിക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ സഹായിച്ചു എന്നിരിക്കട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ അക്കൗണ്ടിൽ ദൈവദൂതൻ അത് എഴുതുവാണ് ശരിക്കും. ഹല്ലേലൂയ, ഇന്ന വ്യക്തി ഇന്ന ദിവസം ഇന്ന വ്യക്തിക്ക് ഇന്ന കാര്യം ചെയ്തു. ഹല്ലേലൂയ. ഒരിക്കൽ പോലും യേശു കർത്താവിനോ ദൈവദൂതന്മാർക്കോ അത് നിഷേധിക്കാൻ പറ്റത്തില്ല. ഹൗ ക്യാൻ ദേ? നിങ്ങൾ ചെയ്ത കാര്യമാണ്, ചെയ്ത കാര്യം എങ്ങനെ നിഷേധിക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഹല്ലേലൂയ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവിടെ ചോദിക്കുന്ന ചോദ്യം, നീ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയോ? എല്ലാ ഞായറാഴ്ചയിലും സഭയിൽ പോയോ? ഭാഷാവർത്തി സ്തുതിച്ചോ? ഹല്ലേലൂയ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാനുള്ള ഫാസ്റ്റിംഗ് ചെയ്തോ? നോ നോ നോ. ഹല്ലേലൂയ. അതിനുമേൽ ഉന്നതമായിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് യേശു കർത്താവ് ചോദിക്കുന്നത്, ഓരോ ക്രിസ്തീയ വിശ്വാസിയോട് ചോദിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ ഉള്ളിനകത്ത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് കൺവിക്ഷൻ തരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് കുത്തുവാണ്, ഹൃദയത്തിനകത്ത് ഒരു കുത്തൽ തരും. എനിക്ക് ആ കുത്തൽ വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ പ്രോമിസ് ചെയ്തത്, ലോർഡ് ഐ വിൽ ചേഞ്ച് മൈ ലൈഫ്. അങ്ങനെ ഒരു കുത്തൽ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരാളായിരിക്കാം, ദാറ്റ്സ് ഇനഫ്. ഞാൻ പറഞ്ഞില്ലേ, എണ്ണത്തിനകത്തല്ല കാര്യം. ഇത് ചുരുക്കം ചിലർ പ്രവേശിക്കുന്ന കാര്യമാണ് വിശുദ്ധ ബൈബിൾ. അനേകം പേര് പോകുന്നത് എവിടെയാണ്? വിശാലമായ വഴിയിലൂടെയാണ്. പക്ഷെ ചുരുക്കം പേര് ഇടുങ്ങിയ വാതിലൂടെ കയറുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു തോന്നൽ, ഹല്ലേലൂയ, ഒരു മേഖലയ്ക്കകത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന യേശുവിൻ്റെ വെളിച്ചത്തെ, യേശുവിൻ്റെ പ്രകാശത്തെ ഇന്ന വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഹൃദയത്തിനകത്ത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹങ്ങൾ ഒഴുകാനുള്ള, ബ്ലെസ്സിങ്ങുകൾ ഒഴുകാനുള്ള ഒരു ചാനലാണ് അവിടെ തുറക്കുന്നത്. ഹല്ലേലൂയ. ആ സെൽഫ് സെന്റർനെസ് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ
ബ്ലെസ്സിങ്സ് വിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ. ഹല്ലേലൂയ. അങ്ങനെയാണ് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഓരോ കുടുംബത്തിനകത്ത് തുറക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അല്പസം 1 മിനിറ്റ് നേരം അങ്ങനെ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഈ സമയത്തിനകത്ത് ഒരു പ്രചോദനം തരുവാണ്. യെസ്, ഐ ഡിഡ്ന്റ് ഡു ഓൾ ദീസ് തിങ്സ്. ഹല്ലേലൂയ. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിന് അതൊന്നും ചെയ്തില്ല, പക്ഷേ ഇന്നൊരു ചേഞ്ച്, ഒരു മാറ്റം, ഒരു പുതിയ ഡിസിഷൻ, യെസ്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. എന്നിട്ട് നിങ്ങളത് എല്ലാ മാസത്തിലും നിങ്ങൾക്ക് കർത്താവ് ഓരോ ദിവസങ്ങളും ആഴ്ചകളും തരുമല്ലേ, ഈ ആഴ്ചക്കകത്ത് ഇന്ന മേഖലയ്ക്കകത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ മാസം ഇപ്പം ജൂൺ മാസം ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേട്ടു, ഈ ജൂൺ മാസത്തിനകത്ത് ഈ ബ്രദർ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ എന്താണ് എൻ്റെ ഒരു പ്രവൃത്തി ചെയ്തത്, ജൂലൈ മാസത്തിൽ എന്താണ് ചെയ്തത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ എഴുതി ചേർക്കപ്പെടുകയാണ്. ശരിക്കും ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല യേശു കർത്താവിന്. ഹല്ലേലൂയ. അവൻ്റെ സിംഹാസനം ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സോ പ്രാക്ടീസ് ദ റിയൽ ക്രിസ്ത്യാനിറ്റി. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സംഭവം എന്താണ്? ശരിക്കും ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ക്രൈസ്റ്റ് ലവ് ടു അതേഴ്സ്. കുടുംബത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല, ശരിക്കും പുറമേ കാണിക്കുക. ഓക്കെ, 1 മിനിറ്റ് നേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കായിട്ട് നന്ദി പറയുന്നു. നേരത്തെ ഈ ശുശ്രൂഷയ്ക്കകത്ത് നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, 3 വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. മുട്ടിൻ്റെ വേദനകൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള വിഷയത്തിനകത്ത്, പിന്നെ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷൻസിനകത്ത്. വരുന്ന ദിവസങ്ങൾക്കകത്ത് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കർത്താവിൻ്റെ ബ്രേക്ക് ത്രൂ അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ പ്ലീസ് ടെക്സ്റ്റ് മീ, പ്ലീസ് ലെറ്റ് us know. നമ്മളൊരു ഫാമിലിയാണ്. അടുത്ത പ്രാവശ്യം ഗ്യാദർ ചെയ്യുമ്പോൾ യെസ് ബ്രദർ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, അതിനകത്ത് കർത്താവ് ഒരു വിടുതൽ തന്നു. പ്രാർത്ഥിച്ചാലോ? കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാലോ? ഹല്ലേലൂയ. കർത്താവെ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയ മക്കളെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിപ്പിച്ച് ചേർത്ത് അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, എൻ്റെ അത്തരത്തിനകത്ത് നിക്ഷേപിച്ച ഈ വചനങ്ങളെ ഈ മക്കളുടെ ആത്മീയ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ റിലീസ് ചെയ്യുന്നു, ഇവരുടെ ഹൃദയത്തിലേക്ക് റിലീസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങാണല്ലോ ഹല്ലേലൂയ ഇവരുടെ ഉള്ളിൽ ആ എൻലൈറ്റ്മെന്റ് കൊടുക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള യേശു കർത്താവിൻ്റെ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷനിലേക്ക് ഓരോ മക്കളെയും ട്രാൻസ്ഫോം ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇവരുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണല്ലോ. ഹോളി സ്പിരിറ്റ് ഈസ് എ ഹെൽപ്പർ. ഹോളി സ്പിരിറ്റ് വിൽ നോട്ട് ഡു എനിത്തിങ്. ഹോളി സ്പിരിറ്റ് ഈസ് എ ഹെൽപ്പർ. ഹോളി സ്പിരിറ്റ് ഓൺലി വിൽ അസിസ്റ്റ് യു. നിങ്ങളെ സഹായിക്കുക മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ആ ഒരു പ്രവൃത്തി ഹല്ലേലൂയ അങ്ങ് ഈ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ചെയ്തെടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇവരുടെ ഹൃദയത്തെ എൻലൈറ്റൻ ചെയ്തുകൊണ്ട് ഇവരായിരിക്കുന്ന പട്ടണത്തിലെ, ദേശത്തിലെ ഏത് മേഖലയായിക്കോട്ടെ, ജോലി മേഖലയായിരിക്കും, ഏത് മേഖലയായിക്കോട്ടെ, അതിനകത്ത് യേശുക്രിസ്തുവിൻ്റെ പ്രകാശമാകുവാൻ, ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ക്രൈസ്റ്റ് ലവ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ ഈ മക്കളെ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന നന്ദി പറയുന്നു. അതിലേക്ക് അവരെ നയിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ ആൻഡ് ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കായിട്ട് നന്ദി പറയുന്നു. എല്ലാ സൺഡേസിലും ഇങ്ങനെ നമുക്കൊരു ചെറിയ കേൾക്കാത്തൊരു സുഖം ഉള്ള സംഭവമല്ല, ബട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്താട്ടെ, അതിനെക്കുറിച്ച് ധ്യാനിച്ചാട്ടെ, ഒരു കറക്ഷൻ കൊണ്ടുവരണമെങ്കിൽ കറക്റ്റ് ചെയ്താട്ടെ. ഒറ്റ ലൈഫേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിനകത്ത് ദ ബെസ്റ്റ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൂതന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ വായിക്കും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം നിങ്ങളോട് പറയാം. എങ്ങനെയാണ് ശരിക്കും എല്ലാവരും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം യു ആർ ഓൾ ഗോയിങ് ടു സീ. ഹല്ലേലൂയ. ആ സമയത്താണ് അജിത് ബ്രദർ പറയാൻ പോകുന്നത്, ഈ ബ്രദർ, ഈ ജിയോ ബ്രദർ ഇങ്ങനെയായിരുന്നോ എന്നൊന്ന് ചോദിക്കല്ലേ അജിത് ബ്രദറെ. ഓക്കെ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കാൻ മറന്നുപോകല്ലേ. ഗോഡ് ബ്ലസ് യു. അടുത്ത സൺഡേയിലും ജോയിൻ ചെയ്യണം. അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അനേകം പേരോട് പറയണം, ബ്രിങ് എവരിബഡി, വി ക്യാൻ പ്രേ ടുഗദർ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. നല്ല ഡിന്നർ കഴിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ സമയം വെളുപ്പിന് 12:30 ആവുന്നു. ഗോഡ് ബ്ലസ് യു. Amen. Thanks for joining.